ഹലോ, ഫിഷറീസ് കോപ്പറേറ്റീവ്സ് എന്ന പാർട്ടിനകത്ത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻസ് കോപ്പറേറ്റീവ്സ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻസ് കോപ്പറേറ്റീവ്സ്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ഫിഷ്കോപ്പ് ഫെഡ്. ഓക്കെ, സോ ദ ഫിഷ്കോപ്പ് ഫെഡ് ഈസ് എ നാഷണൽ ലെവൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്. ഫിഷറീസ് കോപ്പറേറ്റീവ്സ് മേഖലയിലെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് ഫിഷ്കോപ്പ് ഫെഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനാണ് എന്ത്? മത്സ്യഫെഡ്. മത്സ്യഫെഡ് സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷനും ഫിഷ്കോപ്പ് ഫെഡ് എന്നറിയപ്പെടുന്നത് നാഷണൽ ലെവൽ ഫെഡറേഷനുമാണ്. ആൻഡ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫിഷറീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. സോ ദ ഫിഷ്കോപ്പ് ഫെഡ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫിഷറീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഫിഷറീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഏറ്റവും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫിഷ്കോപ്പ് ഫെഡ് എന്നറിയപ്പെടുന്നത്. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സോ ഇറ്റ് ഈസ് എ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫിഷ്കോപ്പ് ഫെഡ് എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982 ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. അതുപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1982 ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഫിഷ്കോപ്പ് ഫെഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇറ്റ് അണ്ടർടേക്ക് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. താഴെ പറയുന്ന ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ഫിഷ്കോപ്പ് ഫെഡ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസിങ് കോൺഫറൻസസ്. ഫിഷറീസ് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺഫറൻസുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു. സെക്കൻഡ്, ഇൻട്രൊഡ്യൂസിങ് മാർക്കറ്റിംഗ് ടെക്നിക്സ്. ഫിഷറീസ് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡെമോൺസ്ട്രേറ്റിംഗ് ന്യൂ ടെക്നോളജീസ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സും ഫിഷറീസ് കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട ന്യൂ ടെക്നോളജീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർത്ത്, പ്രൊവൈഡിങ് ഇൻഷുറൻസ് പ്രോഗ്രാം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മറ്റു എക്യുപ്മെൻറ്റ്സിനും എല്ലാം എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും 4 ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ഫിഷ്കോപ്പ് ഫെഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഓർഗനൈസിങ് കോൺഫറൻസസ്. സെക്കൻഡ്, ഇൻട്രൊഡ്യൂസിങ് മാർക്കറ്റിംഗ് ടെക്നിക്. തേർഡ്, ഡെമോൺസ്ട്രേറ്റിംഗ് ന്യൂ ടെക്നോളജീസ്. ഫോർത്ത്, പ്രൊവൈഡിങ് ഇൻഷുറൻസ് പ്രോഗ്രാം. ഇത്രയാണ് ഫിഷ്കോപ്പ് ഫെഡ് എന്ന് പറയുന്ന നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിനകത്ത് പറയുന്നത്. ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് എ നാഷണൽ ലെവൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982 ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂ ഡൽഹി. ആൻഡ് ഇറ്റ് ആൾസോ അണ്ടർടേക്ക് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്: ഓർഗനൈസിങ് കോൺഫറൻസസ്, ഇൻട്രൊഡ്യൂസിങ് മാർക്കറ്റിംഗ് ടെക്നിക്സ്, then demonstrating new technology and providing insurance programs. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിഷ്കോപ്പ് ഫെഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 11th ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന പാർട്ട് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ടൈപ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ദെൻ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു. ദെൻ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു സെക്കൻഡായിട്ട്. ദെൻ തേർഡ്, നമ്മൾ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ്ണാണ് മത്സ്യഫെഡ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ദെൻ ലാസ്റ്റ് നമ്മൾ വളരെ ബ്രീഫായിട്ട് ഫിഷ്കോപ്പ് ഫെഡിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 11th ചാപ്റ്റർ തീരും. ദെൻ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ചെറിയ ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ സെക്കൻഡ് വൺ മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.